എന്തായാലും മാഡം പറഞ്ഞ പോലെ നമ്മളിന്ന് എല്ലാവരും ഒരു ഗുഡ് ന്യൂസ് അഥവാ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്ട്സുകൾക്കും മറ്റും ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു, വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് ലഭിച്ച ഒരു ന്യൂസ് നമ്മൾ എല്ലാവരും കേൾക്കുന്നു. എന്തായാലും എന്നെ മാഡം പരിചയപ്പെടുത്തി, എന്നാലും പുതിയ ആളുകൾ ഉണ്ടാകും. എന്റെ പേര് ഷുഹൈബ്, ഞാൻ തിരൂരങ്ങാടി സ്വദേശിയാണ്. മാഡം പറഞ്ഞ പോലെ ഒരു കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഗ്രേറ്റ് ലീഡർ അൽതാഫ് സാറുമായിട്ട് ഞാൻ കണക്ട് ആകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അൽതാഫ് സാറുമായിട്ടുള്ള കണക്ഷൻ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ചിട്ടുണ്ട്. സാധാരണ ഒരു ജീവിതം നയിച്ചിരുന്ന എന്നെ, നമുക്കറിയാം സാധാരണഗതിയിൽ ടീച്ചേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും നമ്മുടെ കോമൺ ലേമൻസിന്റെ ഒരു ജീവിത രീതിയെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ യഥാർത്ഥ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഇതുവരെ കിട്ടിയിട്ടുള്ള അറിവ് പോരാ എന്നും വലിയ ഒരു നമുക്ക് വലിയൊരു നിധി തന്നെ അപ്പുറത്തുണ്ട് എന്നും അതെങ്ങനെ കൈവശപ്പെടുത്താം എന്നുമൊക്കെ പ്രാക്ടിക്കലി നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അൽതാഫ് സാറുമായിട്ടുള്ള കണക്ഷന് ശേഷമാണ്. പറഞ്ഞു വരുന്നത്, ഞാനും നിങ്ങളും ഇന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം, അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ, MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള കമ്പനി, ഇതിന്റെയൊക്കെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ തുടർച്ചയായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നത് വഴിയാണ്. നോർമലി ഈ ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ സക്സസ്ഫുറിയുടെ അല്ലെങ്കിൽ MI ലൈഫ് സ്റ്റൈലിന്റെ ഒരു ID എടുക്കുന്ന ഒരാൾക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകണമെന്നില്ല. ഞാൻ അൽതാഫ് സാറുമായി കണക്ട് ചെയ്തു എന്ന് പറയാനുള്ള റീസൺ, അദ്ദേഹം എന്നെ തുടർച്ചയായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ കണക്ട് ചെയ്യുന്നതിന് എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ രാവിലത്തെ ഈ സെഷൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഒരു പാർട്ടാണ്. നമുക്കൊരു അരമണിക്കൂറാണ് ലഭിക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വാക്ക്, നമ്മുടെ ലീഡേഴ്സിന്റെ ഏതെങ്കിലും ഒരു സെന്റൻസ് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻസ്, നമുക്ക് ഒരു വഴി തുറക്കാൻ അത് സഹായിക്കും. ഈ പ്രോഗ്രാമും അതുപോലെ സഹായകരമാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ലീഡേഴ്സ് ഉണ്ട്. എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ട്, അതുപോലെ എന്റെ അസോസിയേറ്റ്സ് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു അസോസിയേഷൻ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വിജയം നമുക്ക് നൽകും. ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കി മാറ്റാനുള്ള പവർ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള കമ്പനിക്കും അതിന്റെ മാനേജ്മെന്റിനും അതിന്റെ പ്രോഡക്ട്സുകൾക്കും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനും 100% ഉണ്ട്. പക്ഷെ അത് നമുക്ക് ബോധ്യപ്പെടണം. അത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരു പക്ഷേ ഒരു മാസം കൊണ്ടോ ബോധ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണ്? നമ്മളൊക്കെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ ജീവിതാനുഭവങ്ങൾ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള എന്തെല്ലാം പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലൂടെ എനിക്ക് ഈ പറയുന്ന രീതിയിലുള്ള വലിയ വിജയമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ ലോജിക്കൽ മൈൻഡ് ഒരു പക്ഷേ നമ്മളോട് സംസാരിക്കുന്നുണ്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, എപ്പോഴാണോ നമ്മുടെ ലോജിക് അവസാനിക്കുന്നത് അവിടെയാണ് മാജിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണോ നമ്മുടെ ലോജിക് അവസാനിക്കുന്നത് അവിടെയാണ് നമ്മുടെ മാജിക് അവസാനിക്കുന്നത്. നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ ഈ ലൈഫിൽ ഇങ്ങനെയൊന്നും പോയാൽ പോരാ. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ഗ്രാൻഡ് ആയിരിക്കണം. ഗ്രാൻഡ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. വെറും ഗ്രാൻഡ് ആയാൽ പോരാ, അത് ഗ്രേറ്റർ ആയിരിക്കണം. ഗ്രേറ്റർ ആയാൽ പോരാ, അത് റിച്ചർ ആയിരിക്കണം. റിച്ചർ ആയാൽ മാത്രം പോരാ, അത് നോബിളർ ആയിരിക്കും.
വലിയ രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. വലിയ രീതിയിലുള്ള ജീവിതം ഇവിടെ കാണിക്കാനും നമ്മുടെ തലമുറകളോളം അത് ആസ്വദിക്കുവാനുമുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു പ്രൂവൺ റെക്കോർഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ് അവസരത്തിലാണ് ഞാനും നിങ്ങളും വന്നിട്ടുള്ളത്. പിന്നീട് നമുക്ക് എന്തുകൊണ്ടായിരിക്കും പല ആളുകളും വേണ്ടത്ര വിജയിക്കാത്തത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറാൻ സാധിക്കാത്തത്? അത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നോബ്ലറാണ്, റിച്ചർ ആകാൻ സാധിക്കും, നമുക്ക് ഗ്രേറ്റ് ആകാൻ സാധിക്കും എന്നൊക്കെ പറയുമെങ്കിലും എന്റെയും നിങ്ങളുടെയും ലൈഫിൽ എത്രത്തോളം നമുക്കത് സ്വാംശീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്, നമുക്കതിന് കഴിയുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ആരൊക്കെയാണോ കണക്റ്റഡ് ആകുന്നത്, ആരൊക്കെയാണോ അതിലൂടെ വിജയിക്കാനുള്ള അവസരങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് അത് പഠിക്കുവാനും അത് പ്രാക്ടിക്കൽ ആക്കുവാനും ആരാണോ ശ്രമിക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രാൻഡറും ഗ്രേറ്ററും റിച്ചറൊക്കെ ആയിട്ടുള്ള ഒരു ലൈഫ് എന്തായാലും കെട്ടിപ്പടുക്കാൻ സാധിക്കും. അവിടെ നമ്മളുടെ ലോജിക്കിനെ മാറ്റി വെച്ചിട്ട് എന്താണോ ഇവിടുന്ന് അങ്ങോട്ട് എന്നോട് അല്ലെങ്കിൽ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയുന്നത്, ആ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് 100% നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഏതൊക്കെ രീതിയിലാണ് നാം ഈ ഒരു ബിസിനസ്സിനെ കാണേണ്ടത് അല്ലെങ്കിൽ അതിനെ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇതിനൊരു പാറ്റേൺ ഓഫ് സക്സസ് ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഈ യൂണിവേഴ്സ് നിലനിൽക്കുന്നതിനൊരു പാറ്റേൺ ഉണ്ട്, ഒരു ലോസ് ഉണ്ട്. ആ യൂണിവേഴ്സൽ ലോസിന്റെ അതിന്റെ ശരിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് യഥാർത്ഥത്തിൽ ഈ യൂണിവേഴ്സിനെ നിലനിർത്തുന്നത്. യൂണിവേഴ്സിനെ മാത്രമല്ല, ഈ മൾട്ടിവേഴ്സ്, ധാരാളം യൂണിവേഴ്സ് ഉണ്ടെന്നാ പറയുന്നത്. ഈ മൾട്ടിവേഴ്സ് ആയാലും യൂണിവേഴ്സ് ആയാലും മാത്രമല്ല, ഒരു ഇൻഡിവിജ്വൽ ആയാലും ഒരു വ്യക്തി ആയാലും സെർട്ടൻ ലോസ് അതിന് വിജയിക്കുന്നതിന് ആവശ്യമാണ്, അല്ലെങ്കിൽ നിലനിൽപ്പിന് ആവശ്യമാണ്, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ആവശ്യമാണ്, അതിന്റെ ഇവല്യൂഷൻ പ്രോസസ്സിന് ആവശ്യമാണ്. ഇത് വ്യക്തമായിട്ട് എനിക്കും നിങ്ങൾക്കും മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതുപോലെ നമ്മൾ അതിനെ ഒരുപക്ഷെ അന്ധമായി അങ്ങ് വിശ്വസിക്കേണ്ടി വരും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ ഇതിന് റിസൾട്ട് ഉണ്ട് എന്ന് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ നിയമങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നാം അറിയാതെ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. നമുക്കൊരു കാൽക്കുലേറ്റർ ഉദാഹരണമായിട്ട് എടുക്കാം. ഈ കാൽക്കുലേറ്ററിനെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും അതിലേക്ക് എൻട്രി ചെയ്യുന്നതും അത് കണക്ക് കൂട്ടുന്നതും ആ റിസൾട്ട് നമ്മൾ വിശ്വസിക്കുന്നതും. ആ കാൽക്കുലേറ്ററിനകത്തെ സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണത്തില് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളാരും നോക്കാറില്ല. നമ്മള് 5+5 10 എന്ന് കാൽക്കുലേറ്റർ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വലിയ വലിയ സംഖ്യകളായാലും നമ്മൾ കാൽക്കുലേറ്ററിനെ വിശ്വസിക്കുന്നു, നമ്മൾ അതിലുള്ള റിസൾട്ട് അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ വേറൊരു വിഷയമുണ്ട്. കാൽക്കുലേറ്ററിന് നമ്മൾ കൊടുക്കുന്ന സംഖ്യകൾക്കനുസരിച്ചിട്ടുള്ള റിസൾട്ടേ തരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാൽക്കുലേറ്റർ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. കാരണം കാൽക്കുലേറ്ററിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട്. ഈ ഹാർഡ്വെയറിലേക്ക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ കൊടുക്കുന്ന സംഖ്യ അത് കറക്റ്റ് അല്ലെങ്കിൽ, നമുക്ക് 1000 കിട്ടേണ്ടതെങ്കിൽ നമ്മൾ 300+300 അടിച്ചത് കൊണ്ട് ഒരു 1000 കിട്ടണമെന്നില്ല.
പക്ഷെ കാൽക്കുലേറ്റർ ഒരു റിസൾട്ട് തരും. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ ധാരാളം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, സക്സസ് പാറ്റേണിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ വിജയിക്കുന്നത്. ആ പാറ്റേൺ കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിനൊരു റിസൾട്ട് ഉണ്ടാകും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെങ്കിൽ കൊടുക്കേണ്ട സംഖ്യ, കൊടുക്കേണ്ട രീതിയിൽ പ്ലസ് അടിക്കേണ്ടടുത്ത് പ്ലസ് അടിച്ച് അതിനെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കാര്യങ്ങളൊക്കെ ഈസിയാണ്, ഇവിടെ റിസൾട്ട് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, എപ്പോ ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒക്കെ റിസൾട്ട് ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമുക്ക് ഇതിൽ വിജയിക്കുന്നതിന് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എപ്പോഴും പറയുന്നത്, നമ്മൾ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ആ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉൾബോധം ആദ്യം ഉണ്ടായിരിക്കണം. അഥവാ ഇവിടെ വിജയിക്കണമെങ്കിൽ ഡ്രീം ബിൽഡേഴ്സ് ആയിട്ട് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഡ്രീം ബിൽഡർ ആയിട്ട് മാറുക എന്നുള്ളത് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ്. ഈ ഡ്രീം ബിൽഡർ അല്ലാത്ത ഒരാൾക്ക്, ഡ്രീം ഇല്ലാത്ത ഒരാൾക്ക്, തനിക്കും തന്റെ ടീമിനും ഡ്രീം ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ സക്സസ് ബെറിയിൽ നമുക്ക് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എന്നാണോ നമ്മൾ ഇതിന്റെ ഒരു ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ആ ഒരു കാര്യം ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിജയം പ്രതീക്ഷിക്കേണ്ടതില്ല. 5 കൊടുക്കേണ്ടടുത്ത് 5 കൊടുത്ത് അത് പ്ലസ് ചെയ്ത് വീണ്ടും 5 കൊടുത്ത് ഈസിക്കൽ ടു ആണ് 10, അതാണ് 10. ഈ 5 കൊടുക്കേണ്ടടുത്ത് 3 കൊടുക്കുന്നുള്ളൂ, എനിക്ക് 10 കിട്ടണമെന്ന് വാശി പിടിക്കുന്നത് എത്രത്തോളം നിരർത്ഥകമാണ്. അതേപോലെ തന്നെയാണ് ഇതിന്റെ സക്സസ് പാറ്റേണില് ഇവിടെ പറയുന്ന കാര്യങ്ങളില് ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്ന് ഞാനും നിങ്ങളും എന്ന് വിശ്വസിക്കുന്നു, അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡ്രീം ബിൽഡേഴ്സ് ആകണം, ഡ്രീം ഉണ്ടാകണം എന്ന് പറയുന്നതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായിട്ടും ഞാനും നിങ്ങളും പാലിക്കേണ്ടതാണ്, അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇനി ഡ്രീം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഡ്രീമുണ്ട്, ടീമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ ഒരു സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണം, അഥവാ സിസ്റ്റം ബിൽഡർ ആയിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഡ്രീം ബിൽഡർ ആരായിരിക്കണം? സിസ്റ്റം ബിൽഡർ ആയിരിക്കണം. സിസ്റ്റം ബിൽഡ് ചെയ്ത് ടീമിൽ സിസ്റ്റം കണക്ട് ചെയ്ത് പോകുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഒരു ടീം ബിൽഡർ ആയിട്ട് മാറുന്നത്. അദ്ദേഹത്തിനാണ് ഒരു ടീം ഉണ്ടാകുന്നത്. ഇനി ടീം എന്ന് പറയുമ്പോഴോ, യഥാർത്ഥത്തിൽ നമ്മുടെ ടീം എന്ന് പറയുന്നത് നമുക്ക് ഓർഗനൈസേഷൻ 1ഉം ഓർഗനൈസേഷൻ 2ഉം ഉണ്ട്. ഈ ഓർഗനൈസേഷൻ 1ഉം ഓർഗനൈസേഷൻ 2ഉം നമ്മൾ കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് അതിന്റെ ഡെപ്ത് ബിൽഡിംഗ് പ്രോസസ്സ് മനസ്സിലാക്കി നമ്മുടെ സിസ്റ്റം പറയുന്ന രീതിയിൽ അത് ബിൽഡ് ചെയ്ത് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സക്സസ് ആകുന്നത്. ഓക്കെ, ഇനി ഈ സക്സസ് നമ്മളിലേക്ക് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ ചില പ്രകൃതി നിയമങ്ങൾ, ചില യൂണിവേഴ്സൽ ലോസ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചെറിയ രീതിയിലുള്ള ചില നോളജ് എങ്കിലും നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. സക്സസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് തുടങ്ങുന്നത് തിങ്കിൽ നിന്നാണ്, ചിന്തയിൽ നിന്നാണ്. എന്നാൽ ചിന്ത മാത്രം പോരാ. സക്സസ് എന്ന് പറയുമ്പോൾ ഈ തിങ്കിങ് മാത്രം പോരാ. ഈ തിങ്കിങ്ങിനെ നമ്മൾ ചില നിയമങ്ങളുമായി, ചില ലോസുമായി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്.
മിനിമം നമ്മൾ എല്ലാവരും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചിന്തകളെ നമുക്ക് രൂപപ്പെടുത്തി എടുത്ത് സക്സസിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ലോയാണ് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒന്നും ക്ലാസ് എടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഗ്രാജുവലി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കുന്നത്. ഇനി ലോ ഓഫ് വൈബ്രേഷന്റെ കൂടെ തന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു നിയമമാണ് ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് പൊളാരിറ്റിയും ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് വൈബ്രേഷനും കൂടിക്കലരുന്ന സമയത്ത് നമുക്കൊരു സെൽഫ് ഇമേജ് ഉണ്ടാവാനുണ്ട്. ഈ സെൽഫ് ഇമേജിനെ നമ്മളൊരു ആക്ഷൻ പാർട്ടിലേക്ക്, നമുക്ക് പറയുന്ന, നമ്മുടെ സക്സസ് ബറി പറയുന്ന, മൈ ലൈഫ് സ്റ്റൈൽ പറയുന്ന, നമ്മുടെ ടീം പറയുന്ന ആക്ഷൻ പാർട്ടിലേക്ക് ഈ നിയമങ്ങളുടെ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു സെൽഫ് ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സക്സസ് ആ അദ്ദേഹത്തിന് സ്വന്തം.